അസ്സലാമലൈക്കും. എന്തെല്ലാം സുഖല്ലേ? എന്നെ അറിയുന്നവർക്ക് അറിയാം, എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ള ഒരേ ഒരു കാര്യമുള്ളൂ എൻ്റെ ഫാമിലി, പിന്നെ എൻ്റെ പെറ്റ്സും. അപ്പം ഇന്ന് എൻ്റെ കിക്കിമൂൻ്റെ ഒരു കുട്ടി ഡെലിവറി സ്റ്റോറി ആയിട്ടാണ് ഞാൻ പറയുന്നത്. ആദ്യം തന്നെ ഞാൻ പറയാം, നമ്മുടെ മനുഷ്യന്മാരെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ ഡെലിവറി പെയിൻ അനുഭവിക്കുന്നത് മൃഗങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് പൂച്ചകളാണ് കേട്ടോ. കാരണം എനിക്കത് ഇന്ന് മനസ്സിലായി. എൻ്റെ അമ്മ അത് പറഞ്ഞ എത്ര സത്യമായിരുന്നു എനിക്കിപ്പോൾ മനസ്സിലായി കേട്ടോ. കാരണം രാത്രി 10 മണിക്ക് തുടങ്ങിയ പെയിനായിരുന്നു. രാവിലെ ഒരു 5 മണിയോട് കൂടിയാണ് അവൾ ഡെലിവറി കഴിയുന്നത് കേട്ടോ. 3 പിള്ളേരെയാണ് അവൾ പ്രസവിച്ചതെങ്കിലും ആ ഒരു ടൈമിൽ എൻ്റെ മോൾ അനുഭവിച്ച പെയിൻ ഞാൻ ശരിക്കും കണ്ടറിഞ്ഞൊരു കാര്യം കേട്ടോ. രാത്രി 10 മണിയായപ്പോൾ ആൾ ഭയങ്കര എന്താ പറയുക, ഒരുമാതിരി സൗണ്ട് ഉണ്ടാക്കലും എന്നെ വന്നിട്ട് മാന്തലും പിടിക്കലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബെഡിലാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കിടന്നിട്ട് ഒരു സുഖം കിട്ടുന്നില്ല. എനിക്ക് മനസ്സിലായതുകൊണ്ട് എന്നെ താഴെ പായിട്ടിട്ട് അവിടെ ഓളെടുത്ത് കിടക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആയ കിടന്നപ്പോൾ ആൾ കുറേയൊക്കെ ഓക്കെ ആയിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി. അപ്പോൾ ആൾ ഓക്കെ ആയെന്ന് ഞാൻ വിചാരിച്ചു. ഡെലിവറി ഒന്നും ആയിട്ടുണ്ടാവില്ല, ഏകദേശം ഇനി ഒരാഴ്ചയും കൂടി ഉണ്ടാവുന്ന എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ വയറെ കുഞ്ഞെടുത്തപ്പോൾ ആൾ പിന്നെ എല്ലാം ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാനും ആ ടൈമിൽ ഉറങ്ങിപ്പോയി. പക്ഷെ ഞാൻ ഉറങ്ങിയെന്ന് ആൾക്ക് മനസ്സിലായപ്പോൾ ആളെന്തൊക്കെ എന്നതാ മാന്താൻ തുടങ്ങി, കടിക്കുക, കൈയൊക്കെ കടിക്കുക, അങ്ങനെയൊക്കെ തുടങ്ങി. പിന്നെ ഞാൻ ഉണർന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ഡെലിവറി പെയിൻ തന്നെയാണ്, ആൾക്ക് നല്ല പെയിൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടോ. പിന്നെ ആൾ സൗണ്ടൊക്കെ നല്ല സൗണ്ടിൽ, എന്താ പറയുക, എങ്ങനെ ഇപ്പോൾ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, നല്ല സൗണ്ടിൽ ആൾ കരയാൻ തുടങ്ങി. അത് വേറൊരു രീതിക്ക്, എന്താ സാധാരണ മ്യാവും മ്യാവും എന്നല്ല പറയും, ഇത് അങ്ങനെ ഒന്നല്ല, വേറൊരു സൗണ്ടിലൊക്കെ കേട്ടോ ആൾ കരയുന്നത്. എന്താ പറയുക, എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ആ ടൈമിൽ ഞാൻ ആകെ നെർവസായി. ഞാൻ എന്താ ചെയ്യാന്നറിയില്ല. ഏകദേശം ഒരു 11 മണി 11:45 ആയപ്പോൾ ആൾക്ക് പെരും പെയിന്. എങ്ങനെ വെച്ചാൽ ആൾ പിന്നെ ഇങ്ങനെ കിടക്കുക, എന്നെ വയറുയ്യാൻ പറയുക, കാല് പൊന്തിച്ച് കാണിച്ചിട്ട് ഇപ്പോൾ ഞാൻ വയറുമെന്ന് കൈ എടുക്കുമ്പോൾ ആൾ പിന്നെ എന്നെ കടിക്കാൻ നോക്കുക, അങ്ങനെയൊക്കെ ആയിട്ടോ. ഏകദേശം ഒരു 12 മണിയൊക്കെ ആ നേരത്താണ് ആൾ ഫസ്റ്റ് ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. എന്നുവെച്ചാൽ ഒരു കുഞ്ഞ് ബേബിനെ ഞങ്ങൾക്ക് ആ ടൈമിൽ തന്നു എന്ന് പറയാം. അത് എൻ്റെ അടുത്തു നിന്നായിരുന്നു. പക്ഷേ എനിക്ക് മനുഷ്യന്മാരെക്കാട്ടിലും കൂടുതൽ സ്നേഹം മൃഗങ്ങൾക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയൊരു കാര്യം എന്താ അറിയോ, അവൾ ആ പ്രസവിച്ച കുഞ്ഞിനെ നല്ലോണം ക്ലീൻ ആക്കിയതിന് ശേഷം നേരെ കൊണ്ടുപോയി നിനുവിനെ കാണിച്ചു കൊടുക്കാനാണ്. ഉറങ്ങുന്ന നിനുവിൻ്റെ അടുത്ത് കൊണ്ടുപോയി കടത്തി കൊടുക്കുക, എന്നിട്ട് നിനുവിന് ഉമ്മ കൊടുക്കുക. പറയുമായിരിക്കും എൻ്റെ ബേബി ഇതാന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയായിരിക്കും. ബേബി കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കുഞ്ഞു ബേബി എന്ന് പറഞ്ഞാൽ നിനു വയറ്റിൽ നടക്കേണ്ടത്. അങ്ങനെ രാവിലെ ആയപ്പോൾ ആളെ കാണാമല്ലെന്നു ഞാൻ എല്ലായിടത്തും തിരഞ്ഞ് ലാസ്റ്റ് എനിക്ക് ഡൗട്ട് തോന്നിയിട്ട് ഞാൻ എന്താക്കി, അടുപ്പിൻ്റെ അടിയിൽ പോയി നോക്കിയപ്പോൾ അതിൻ്റെ അടിയിലുണ്ട് കുട്ടിക്ക് പാലും കൊടുത്തിട്ട് കിടക്കുന്നു. 3 കുഞ്ഞു പിള്ളേരായിരുന്നു കേട്ടോ, 3 ആൺപിള്ളേരായിരുന്നു. അങ്ങനെതാ ഞാൻ പിന്നെ എന്താക്കി, ഡ്യൂട്ടിക്ക് പോകണം, അതുകൊണ്ട് ഞാൻ കുളിച്ച് മാറ്റാൻ വേണ്ടി പോയി. ഞാൻ വെറുതെ നിലത്തിരുന്നതിൽ ആൾ എൻ്റെ മടി വന്നിരുന്നു, പിന്നെ എണീക്കുന്നേ ഇല്ല. അപ്പം ഞങ്ങളുടെ ഈ കുട്ടി ഡെലിവറി ബ്ലോഗ് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.